ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 15-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിച്ചത്. അതിലൊടുവിൽ 42-ാമത്തെ ചോദ്യമായിട്ട് വന്നു, ക്വ കാര്യ അവധീരണ, അവജ്ഞ അഥവാ അവഗണന എവിടെയാണ് ചെയ്യേണ്ടത്? ഇവിടെ അവജ്ഞ എന്ന് പറയുമ്പോൾ അപമാനിക്കുക എന്നുള്ള അർത്ഥം ഒരിക്കലും എടുക്കരുത്. പരിഗണിക്കാതിരിക്കുക. ഒന്ന്, ഇതെൻ്റെതാണ്, ഇതെനിക്കുള്ളതാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഭാവം ഇല്ലാതിരിക്കുക, അതാണ് അവജ്ഞ. വന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. തീർത്തും ഉപേക്ഷാഭാവമാണ്. അല്ലാതെ അപമാനിക്കുക എന്നുള്ള അർത്ഥം അവജ്ഞയ്ക്ക് എടുക്കരുത്. അപ്പം അവജ്ഞ, ഉപേക്ഷ, അവഗണന എവിടെയാണ് ചെയ്യേണ്ടത്? മറുപടി, ഖല പരയോഷിത് പരധനേഷു. ആദ്യം പറയുന്നത് ഖലന്മാരിൽ. ഖലൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ, ദുഷ്ടജനങ്ങൾ. ദുഷ്ടജനങ്ങളെ നമ്മൾ എതിർക്കാൻ പോകേണ്ടതില്ല, അവരോടൊട്ട് അനുകൂലത്തിന് പോകേണ്ടതുമില്ല. അവരായി അവരെ പാടായി. അവരെ നമ്മൾ പരിഗണിച്ചാലും അപകടമാണ്, അവരെ നമ്മൾ എതിർത്താലും അപകടമാണ്. അതുകൊണ്ട് ദുഷ്ടജനങ്ങളിൽ എപ്പോഴും നമ്മൾ പാലിക്കേണ്ടത് അവഗണനയുടെ മനോഭാവമാണ്. അവരെ പരിഗണിക്കാനോ അവരെ എതിർക്കാനോ പോകരുത്. രണ്ടാമത് പറയുന്നത് പരയോഷിത്താണ്, പരസ്ത്രീകൾ. അവിടെ നേരത്തെ നമ്മൾ പല പ്രാവശ്യം കണ്ടു, പുരുഷനായ ശിഷ്യനോട് ഉപദേശിക്കുന്നത് കൊണ്ടാണ് സ്ത്രീയെ സംബന്ധിച്ച് പറയുന്നത്. സ്ത്രീയായ ശിഷ്യനോട് ഉപദേശിക്കുന്ന സമയത്ത് പുരുഷനെ സംബന്ധിച്ച് പറയണം. അപ്പോൾ പരസ്ത്രീകളെ അവഗണിക്കണം, അവരുടെ പിന്നാലെ പോവുക, അവരെ പ്രത്യേകിച്ച് നിന്ദിക്കാനോ അല്ലെങ്കിൽ പരിഗണിക്കാനോ രണ്ടിനും പോകരുത്. അവരിൽ ഉപേക്ഷാ മനോഭാവമാണ് വേണ്ടത്. ഇത് പരപുരുഷൻ എന്ന് തിരുത്തി പറയണം സ്ത്രീയോട് സംസാരിക്കുന്ന സമയത്ത്. അതുപോലെ പരധനം. മറ്റുള്ളവർക്ക് ധാരാളം സമ്പത്തുകൾ പലതും ഉണ്ടാവും, അത് അവർക്ക് കൊള്ളാം. നാം അതിനെ പരിഗണിക്കാനോ അതിനെ എതിർക്കാനോ ഒന്നും പോണ്ട, നിന്ദിക്കാനും പോണ്ട, വന്ദിക്കാനും പോണ്ട. ധനികർക്ക് ധാരാളം ധനം ഉണ്ടാവും, അതവിടെ ഇരിക്കട്ടെ, നമുക്കെന്ത് വേണം? അപ്പോൾ മറ്റുള്ളവരുടെ ധനം, മറ്റ് സ്ത്രീകൾ അഥവാ പുരുഷന്മാർ, ദുഷ്ടന്മാർ, ഇവരിലൊക്കെ തന്നെ നമുക്ക് എതിർപ്പോ അപേക്ഷയോ രണ്ടുമില്ലാത്ത സമീപനമാണ് ജീവിതത്തിൽ വേണ്ടത്. വന്ദിക്കാനോ നിന്ദിക്കാനോ പോകരുത്. തീർത്തും അവധീരണ, അവഗണന, അവജ്ഞ, ഇതാണ് ചെയ്യേണ്ടത്. കാഹർനിശമനുചിന്യ സംസാരാസാരതാനതു പ്രമദ കാ പ്രേയസീ വിധേയ കരുണാദീനേഷു സജ്ജനേ മൈത്രീ. കാഹർനിശമനുചിന്യ സംസാരാസാരതാനതു പ്രമദ കാ പ്രേയസീ വിധേയ കരുണാദീനേഷു സജ്ജനേ മൈത്രീ. കാ അഹർനിശം അനുചിന്യ. ഇതാണ് ചോദ്യം. 43-ാമത്തെ ചോദ്യമാണ്. അഹർനിശം, രാപ്പകൽ ഒരുപോലെ, രാവും പകലും ഒരുപോലെ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും. കാ അനുചിന്യ, ആരാണ് നിരന്തരം ചിന്തിക്കപ്പെടേണ്ടവൾ? ആരെക്കുറിച്ചാണ് നമ്മൾ നിരന്തരം ആലോചിക്കേണ്ടത്? ഇവിടെ ആരെക്കുറിച്ച് എന്നുള്ളത് എന്ത് എന്നർത്ഥം എടുക്കാം. എന്താണ് എപ്പോഴും ആലോചിക്കേണ്ടത്? എപ്പോഴും എന്തിനെക്കുറിച്ച് ചിന്തിക്കണം? ഇതാണ് ചോദ്യം. മറുപടി, സംസാര അസാരത നതു പ്രമദ.
സംസാരത്തിൻ്റെ അസാരതയാണ് എപ്പോഴും വിചാരം ചെയ്യേണ്ടത്. ഈ സംസാരത്തിൻ്റെ അസാരത, സാരമില്ലായ്മ. സംസാരം സൃ കുട്ടിലായാം ഗതൗ അല്ലെങ്കിൽ സൃ ഗതൗ, ഈ ധാതുക്കളിൽ നിന്നാണ് സംസാര ശബ്ദം സിദ്ധമാവുന്നത്. അപ്പോൾ കുടിലഗതിയോട് കൂടിയത് അഥവാ നിരന്തര ഗതിയോട് കൂടിയത്, അതാണ് സംസാരം. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക എന്ന ചാക്രിക ഗതിയിലുള്ള പോക്ക്, കർമ്മബദ്ധരായി അജ്ഞാനബദ്ധരായിട്ടുള്ള ജീവൻ്റെ നിരന്തരമായ ജനന മരണങ്ങൾ. എന്നാൽ സംസാരം എന്നുള്ള ശബ്ദത്തിൽ സംസാരം നല്ലതുപോലെ സാരമുള്ളതെന്നാണല്ലോ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്. ഇതിലെന്തൊക്കെയോ ഒരു സാരമുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇത് അസാരമാണ്, സാരമില്ലാത്തതാണ്. ഈ വിഷയം നേരത്തെ നമ്മൾ വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. കദളീസ്തംഭവത് അസാരഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാഴയുടെ സ്തംഭം പോലെ അസാരമാണ്. അത് കാണ്ഡം വളരെ വലുതായിട്ട് കാണപ്പെടുന്നു. ഓരോ പോള പൊളിക്കുമ്പോഴും അടുത്ത പോള പൊളിക്കപ്പെടേണ്ടതായിട്ട് കാണും. അത് പൊളിക്കുമ്പോൾ അടുത്ത പോള, അങ്ങനെ ഒന്നൊന്നായി പൊളിച്ചു കഴിഞ്ഞാലോ അവസാനം ഒന്നുമില്ല. ഇതുപോലെ കെട്ടിപ്പൊതിഞ്ഞ് പൊക്കി വെച്ചിരിക്കുന്ന ഈ സംസാരം എന്തെല്ലാമോ ആകർഷണീയമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ പരിശോധിക്കുമ്പോൾ അസാരമാണെന്ന് മനസ്സിലാവും. ഈ സംസാരത്തിൻ്റെ അസാരത, എൻ്റെ നിൻ്റെ ബന്ധുത്വം ശത്രുത്വം ഇങ്ങനെയെല്ലാമുള്ള ഈ സംസാരാന്തർഗതമായിരിക്കുന്ന വിഷയങ്ങളുടെ അസാരത, അതാണ് എപ്പോഴും വിചാരം ചെയ്യേണ്ടത്. അത് അനുചിന്യ, നിരന്തരം ചിന്തിക്കപ്പെടേണ്ടതാകുന്നു. നതു പ്രമദ, അല്ലാതെ പ്രമദയല്ല ചിന്തിക്കപ്പെടേണ്ടത്. പ്രകർഷേണ മതത്തെ ചെയ്യുന്നവൾ, പ്രകർഷേണ മതത്തെ നൽകുന്നവൾ എന്നൊക്കെയാണ് പ്രമദ എന്നുള്ളതിനർത്ഥം. സുന്ദരി എന്ന് അനുവാദം. ഇപ്പോൾ സുന്ദരികളായ സ്ത്രീകളല്ല അനുചിന്യകൾ, മറിച്ച് സംസാരത്തിൻ്റെ അസാരതയാണ് അനുചിന്യ എന്ന് പറയുക ചെയ്യണം.